ഇതിന് ഓണർ ഫസ്റ്റ് ഇറക്കിയ ആള് ബോബി ചെമ്മന്നൂരാണ്. ബോബി ചെമ്മന്നൂരിന്റെ വണ്ടിയാ ഫസ്റ്റ് ഇറക്കിക്കണത്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റർ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നവർക്ക് നടക്കും. 25,000 രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടി ഇൻവേഡർ 13 കോണ്ടോ ആണ്. എന്തായാലും 1.5 റുപ്യ അടുത്ത് ലോൺ ചെയ്യാൻ 1.5 അടുത്ത് ലോണ് റേറ്റ് എത്ര പറഞ്ഞേ? ഇത് 2.4 360 2007 ഒറിജിനൽ കേരള ഇന്നോവ കിട്ടുന്നുണ്ടോ? മഹേന്ദ്രന്റെ ടി വി ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എംഹോക്ക് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 7 സീറ്ററിൽ ആകെ 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. 80 ആണോ 50,000? 50 ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത്, കാരണം ചെറുതായിട്ടൊരു യൂസേജ് പറ്റുന്നുണ്ടോ, അതേ സമയത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നടക്കുന്നുണ്ടോ, മാർക്കറ്റ് യൂസേജ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് മൾട്ടിസ് എന്നുള്ള വണ്ടി സെറ്റാണ്. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 19 മിനിറ്റ് വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തത്. പക്ഷേ അപ്ലോഡ് ആയത് 8 മിനിറ്റ് മാത്രമാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ഫുള്ളായിട്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാനുള്ളത് സൺ മോട്ടോഴ്സ് നമ്മളെ പുത്തനത്താണി തിരൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഷോറൂമാണ്. ട്രാഫിക്കിൻ്റെ ഷോറൂമിലെ മുന്നത്തെ വീഡിയോ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള 7 സീറ്റർ വണ്ടികൾ, ലോ ബഡ്ജറ്റ് വണ്ടികളായതുകൊണ്ട് മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളതായി തന്നെ. അപ്പോൾ 1 ലക്ഷം മുതലുള്ള 7 സീറ്റർ വണ്ടികൾ, ഇന്നോവകളെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇങ്ങനത്തെ വീഡിയോ ട്രാഫിക് അടുത്ത് എൻജോയ് 2013 മോഡൽ വണ്ടി കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി എടുക്കുന്നത്. ഡീസലാണ് ഷെവർലെ എൻജോയ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സ്പെയർ ഇപ്പോഴും ഓതറൈസ് സർവീസ് സെന്ററിലൊക്കെ സംഭവം അവൈലബിൾ ആണ്. സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 7 സീറ്ററിൽ നല്ല മൈലേജും കാര്യങ്ങളുള്ള വണ്ടി. അതെ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താണ്? എല്ലാ ബംഗ്ലിയർ എല്ലാ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാ വർക്കിംഗ് ആണ്. എസിയും കാര്യങ്ങളൊക്കെ ബുക്കാണ്. ഓക്കെ. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ടർബോ ഇഞ്ചക്ടർ അങ്ങനത്തെ കലാപങ്ങൾ എന്തെങ്കിലും ഇല്ല, അങ്ങനത്തെ മേജർ ആയിട്ടില്ല. ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാകുന്ന യൂസ്ഡ് വണ്ടി, അതിനെ കൊണ്ട് ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടാവും. അതല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ. നമ്മൾ ആവശ്യപ്പെടുന്നത് 2.15 ആണ്. 2.15 2013 മോഡൽ ഷെവർലെ എൻജോയ്ക്ക് അല്ലേ? അതായത് 2 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റർ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നവർക്ക് നടക്കും. ഓക്കെ. ഇത് മഹീന്ദ്രന്റെ കോണ്ടോ ആണോ അല്ലെങ്കിൽ ഇത് സൈലോ ആണോ? ഷൈലിന് കോണ്ടോ. ഷൈലിന്റെ വണ്ടി കോണ്ടോ. ഓക്കെ. അപ്പൊ വേരിയന്റ് ഏതാ? C2 C4 ഏതാണിത്? ഇത് വരുന്നത് D2 ആണെന്ന് തോന്നുന്നു. ഓക്കെ. കൺഫ്യൂഷൻ ഉണ്ട്, നോക്കണം. അല്ല, എല്ലോയ്സ് കാണുന്നുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് ആണെന്നുള്ളൂ. ഇത് C2 എന്നുള്ള വേരിയന്റ് ആണ്. ബാക്ക് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ചെയ്തിട്ടുണ്ട്. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് 4 ഡോർ പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. സംഭവം C2 ആണെങ്കിലും ഒക്കെ കൂടെ ഒരു C6 പോലെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. എല്ലോയ്സും അതേപോലെ തന്നെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഷേപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വണ്ടിക്ക് റേറ്റ് എത്രയ്ക്കുന്നത്? 2009 ആണ് പറഞ്ഞത്. 2013 കോണ്ടോ ആണ്. 9 ഇറങ്ങിയിട്ടില്ല, സോറി. 1.5 റുപ്യ അടുത്ത് ലോൺ ചെയ്യാൻ 1.5 അടുത്ത് ലോണ്. റേറ്റ് എത്ര പറഞ്ഞേ? 2.4 2013. ട്രാഫിക് അടുത്തത് മഹീന്ദ്രന്റെ സൈലോ ആണ്. 2009 മോഡലാണ്. ഇത് നമുക്ക് 1.5 റുപ്യ കൊടുക്കാം. മോഡൽ ഏതാ? 2009 ആണ് പറഞ്ഞത്. 2024 വരെയാണോ അല്ല 2029 വരെയാണോ പേപ്പർ ഉണ്ടാവുക? പേപ്പർ പുതിയ എടുത്തിട്ടാണെങ്കിൽ 1.65 കൊടുക്കും. പേപ്പർ പുതിയ എടുത്തിട്ട് 1.65 കിട്ടുന്നുണ്ടാവും അല്ലെ? AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് അല്ലേ? പവർ സ്റ്റിയറിംഗ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ചെറിയ പോരായ്മകളുണ്ട്. അല്ല, സോയിഡ് 15 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. ചെറിയ കായ്ക്കുള്ള ആവശ്യക്കാർക്കൊക്കെ നടക്കുന്നുള്ള രീതിയിൽ. ഓക്കെ. ഇത് മഹീന്ദ്രയുടെ സ്കോർപിയോ. അതെ, 2003 മോഡലാണ്. പുതിയ 29 വരെ പേപ്പർ കംപ്ലീറ്റ് പെടുത്തതാണ്. ഓക്കെ. ഇതാണെങ്കിൽ 1.55 മോഡൽ 2003 പറഞ്ഞു. 2003 ഫുള്ള് പുതിയ ടൈപ്പ് ആക്കിയാണ് വണ്ടി. അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ പേപ്പർ 29 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്താണ്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. അടുത്ത് ഇത് 2005 മോഡൽ വണ്ടി. LTR ഓപ്ഷനാണ്. LT എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഡീറ്റെയിൽ വരുന്നത് 25 വരെ പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് ആവശ്യപ്പെടുന്നത് 1.25. 2025 പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടിയാണ്. 1.25 റേറ്റ് വെക്കുന്നത്. കുറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. ഓക്കെ. ലോണൊന്നും കിട്ടില്ലല്ലോ? ലോൺ കിട്ടില്ല. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ടവേറേൻ്റെത്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ? അടുത്തത് മഹീന്ദ്രന്റെ ഇൻവേർട്ടർ തന്നെയാണ്. KL01 നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലീസ് ഡിസ്പോസ്ഡ് വണ്ടിയാണ്. പവർ സ്റ്റാറിംഗ് കയറ്റിയിട്ടുണ്ട്. 5 അലവിലും ടയറും ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. ഇത് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തു തരാണ്. 5 വർഷത്തിന് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണേ. നമ്മൾ ആവശ്യപ്പെടുന്നത് 2,60,000. 2,60,000 ചോദിക്കുന്നത്.
വണ്ടി അടുത്തടുത്ത് പാർക്ക് ചെയ്തതിനെ കൊണ്ട് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. വാട്സാപ്പിൽ ഫോട്ടോസ് ഒന്നും ചോദിച്ചാൽ നമ്മൾ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ വിട്ടു ആളുകൾ വിളിക്കുമ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചെയ്യാം. ഇത് പേപ്പർ ഏത് വരെ ഉണ്ടാവുക? പേപ്പർ 2028 വരെ പേപ്പർ ഉണ്ടാവും. 2028 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബമ്പർ കാര്യങ്ങളൊക്കെ ഓഫ് റോഡിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബലൂൺ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡൺലോപ്പിന്റെ MT ടയേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. റേറ്റ് എത്ര പറഞ്ഞേ? റേറ്റ് വരുന്നത് 2,60,000. 2,60,000 അടുത്തത് ഇതോ ഇത് 2009 മോഡൽ. 2009 ഇൻവേർട്ടർ. ഇതും KL01. അതെ, പോലീസ് എക്സ്പോസ്ഡ് വണ്ടി. ഇതും പുതിയ പേപ്പറിലാണ് വണ്ടി. പവർ സ്റ്റിയറിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പവർ സ്റ്റിയറിംഗ് ഇല്ല. ഓക്കെ. നമ്മൾ ആവശ്യപ്പെടുന്നത് 2,40. പുതിയ പേപ്പർ 2,40 ഓക്കെ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. അല്ല, 3 ഇൻവേർട്ടർ ഇപ്പൊ നിലവിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് പിന്നെ സ്റ്റോക്ക് കണ്ടീഷനിൽ എങ്ങനെ എത്തിയിട്ടുള്ളത്? ട്രാഫിക് അടുത്തത് ടൊയോട്ടയുടെ ഇന്നോവയാണ്. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? 2007 മോഡലാണ് വണ്ടി. കേരള വണ്ടിയാണ്. ഓക്കെ. G4 ആണോ G2 ആണോ? G3 ആണ്. G3 സൺറൈസ് ഉണ്ടാവില്ല. ഓക്കെ. പക്ഷേ കമ്പനി എല്ലോയ്സ് അല്ല, ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോർ ഹാൻഡിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാൻ. അല്ല, അത് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തില്ല? അല്ല, കാര്യമില്ല. പക്ഷെ എന്നാലും ചോദിച്ചു ഉള്ളൂ. പറഞ്ഞ ഓളത്തിൽ പറഞ്ഞു. ഏതാ പഴയ വണ്ടിയാണ്. 2007 പുതിയ പേപ്പറൊക്കെ കംപ്ലീറ്റ് പെടുത്താണ്. 2007 ഇന്നോവ G3ക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മളാണെങ്കിൽ 3,60. 3,60 2007 ഒറിജിനൽ കേരള ഇന്നോവ കിട്ടുന്നുണ്ടാവും. സെൻട്രൽ AC ഇപ്പൊ ബ്ലോർ 2 വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 റേഞ്ചിൽ കാണുകയാണെങ്കിലും G4 കൺവേർട്ട് ആയി. ഓക്കെ. നിസാന്റെ എക്സ്ട്രയിൽ നടന്ന വണ്ടിയാണ്. 2010 മോഡലാണ്. 4x4 ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ആവശ്യക്കാർ വന്നാൽ ഇത് പോകുള്ളൂ. കുറച്ച് ദിവസമായി ഇവിടെ വണ്ടി. നല്ല വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ വരുന്നല്ലേ? ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഇത് കേരള ആണോ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ? ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഓക്കെ. ഒറിജിനൽ കേരള നിസാന്റെ എക്സ്ട്രയിൽ ഡീസൽ ആണ്. ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഇപ്പൊ നിസാന്റെ എക്സ്ട്രയിൽ KL 5 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 3,25. 3,25 ആണ്. സീറ്റ് കവർ ഒന്ന് മാറ്റാനായിട്ടുണ്ട്. മാറ്റി കൊടുത്താൽ മതി. ഓക്കെ. ചെറിയ പൈസ തരുള്ളൂ. അത്രേ ഉള്ളൂ. ലോണൊക്കെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ലോണ് 1.5 റേഞ്ചിൽ തന്നെ കിട്ടുള്ളൂ. ഓക്കെ. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്തായിരിക്കും? എല്ലാ ഭാഗങ്ങളും ക്ലിയർ. ഓക്കെ. ഇതിന് സ്പെയർ ഒക്കെ കിട്ടുന്നുണ്ടാവും ഇപ്പോഴും? എല്ലാ സാധനവും. ഓക്കെ. അധികം നമ്മൾ റീവണ്ടി അല്ല ഇമ്പോർട്ട് ഒക്കെയാണ് കാണാറുള്ളത്. കുറച്ച് കേരളമാണ്. ഇതിന് ഓണർ ഫസ്റ്റ് ഇറക്കിയ ആള് ബോബി ചെമ്മന്നൂരാണ്. ബോബി ചെമ്മന്നൂരിന്റെ വണ്ടിയാ ഫസ്റ്റ് ഇറക്കിയിരിക്കണത്. ഓണർ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ്. ഇപ്പൊ നിലവിൽ തേർഡായതാണ്. ഓക്കെ. അതിന് അടുത്തത് ബൊലോറോ 2013 മോഡൽ വണ്ടി. ZLX ആണ് വണ്ടി. ZLX എന്നുള്ളത് SLX-ന് മുകളിൽ വരുന്നതാണ്. ഫുൾ ഓപ്ഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ടാവും. മോഡൽ 2014 അല്ലേ? 13. ഓക്കെ. 13 ZLX. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കുന്നത് 1.10. ഓക്കെ. ഓണർഷിപ്പ് നിലവിൽ 2ാമത്തെ കിടക്കുന്നത്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താണ്? നല്ല വണ്ടി. നല്ല മെക്കാനിക്കൽ ഫുൾ കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 4.10 ആണ്. 4.10 ആണ്. ലോൺ എന്തായാലും 3.5 മുകളിൽ കയറില്ല. 3.5 വരെ ചെയ്യാമല്ലോ. 3.5 മുകളിൽ കയറില്ലേ? കിട്ടും. നോക്കാം, ശ്രമിച്ചു നോക്കാം. ഓക്കെ. സിബിൽ അനുസരിച്ചിട്ടാണ് വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവുക. നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയുന്ന രീതിയിൽ ഇങ്ങനെ മേജർ ആയിട്ടൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഓക്കെ. ട്രാഫിക് അടുത്തത് മഹീന്ദ്രേന്റെ ഇൻവേർട്ടർ ആണ്. ഇത് മോഡിഫൈ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇത് 2004 മോഡലാണ് വണ്ടി. ഓക്കെ. വണ്ടി ഫുള്ള് ചെയ്താണ്. 2 ലക്ഷം രൂപ അടുത്ത് ചെലവാക്കിയ വണ്ടിയാണ്. ഫുൾ വർക്ക് എടുത്താണ്. ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പെയിന്റിംഗ് ഒക്കെ ഗൾഫിൽ നിന്ന് കൊടുത്ത കളർ അടിച്ചാണ് വണ്ടി. ഗൾഫിൽ നിന്ന് കളറല്ല ബീല് ഗൾഫിൽ നിന്ന് അരേബിയിലൊക്കെ കൊടുന്ന് ചെയ്താണ് വണ്ടി. ഓക്കെ. 4-5 വീല് ഇമ്പോർട്ട് ചെയ്താ? കള്ളല്ലോ. കള്ളല്ല, എന്നോട് തന്ന ആൾക്കാർ തള്ളിക്കാണ്ട് പറഞ്ഞു. തന്ന ആൾക്കാർ പറഞ്ഞാണ്. ഓക്കെ. ഉള്ളതേക്കൂലേ? ഉള്ളതോ. ഞാൻ അത്രയും ചെലവാക്കിയ ആളാണ്. നല്ല 2 ലക്ഷം രൂപ അടുത്ത് ചെലവാക്കിയ. വിഞ്ച് ഇല്ല, പക്ഷെ വിഞ്ചിനുള്ള ഇതെല്ലാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബമ്പറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ വർക്ക് എടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ആഫ്റ്റർ മാർക്കറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. LED കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ മുകളിലും അത്യാവശ്യം നല്ലപോലെ വർക്ക് ഉണ്ട്. വൈഡ് റിം ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതിന്റെ മഡ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത്? പേപ്പർ ഇപ്പൊ ഈ മാസം തീരും. പുതിയ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ 3,25,000 രൂപ. 3,25,000 രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടി ഇൻവേർട്ടർ. ഇതിന് ഈ കണ്ടീഷനിൽ റിന്യൂവൽ കിട്ടും. എടുക്കാം. ഇതിന്റെ എർട്ടിക്കയാണ്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ് വരുന്നത്. VDI ആണ്. 2012 മോഡൽ വണ്ടി. ഓക്കെ. പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന വണ്ടി. ഫ്രണ്ടേജും ഉണ്ട്. ഓക്കെ. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 3,80,000 രൂപ. കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? 2012 സംതിങ് ആണ് ഓടിക്കണേ. ഓക്കെ. ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് ഇത് 4 ആയിക്കണേ വണ്ടി. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ എന്തായാലും ഒരു 2.5 റേഞ്ചിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. നിലവില് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇല്ല, അങ്ങനത്തെ മേജർ ആയിട്ടൊന്നും ഇല്ല. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണോ? സർവീസ് നോക്കേണ്ടി വരും. ഓക്കെ. എങ്ങനെ കറക്റ്റ് നോക്കിയാൽ അറിയാം. ഓക്കെ. ഏകദേശം 15-18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എടുക്കുന്ന വേറെ കാര്യമായിട്ട് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യാൻ മേജർ ആയിട്ടൊന്നും ഇല്ല. റാഫിക, അടുത്ത 7 സീറ്റർ വണ്ടി ഏതാ? അതെ, മഹേന്ദ്രന്റെ TV ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എംഹോക്ക് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 7 സീറ്ററിൽ ആകെ 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. 80 ആണോ? 50,000. 50. ഓണർഷിപ്പ് എത്രയാ? അപ്പം ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിയാണ്. വണ്ടി നമുക്കൊരു 5 റുപ്യന്റെ അടുത്ത് ലോൺ ചെയ്യാം. ആവശ്യപ്പെടുന്നത് 5.85. 5.85 ആണ് വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്. ഓക്കെ. ഏറ്റവും ഫുള്ളോട് വണ്ടി T8 എന്ന ഓപ്ഷനാണ് വണ്ടി. T10 ഒന്നും ഇല്ല, T8 ഫുൾ ഓപ്ഷൻ. അതെ, വോയിസ് മെയിലും കാര്യങ്ങളൊക്കെ വരും വണ്ടി. ഓക്കെ. വോയിസ് അസിസ്റ്റന്റ് വരും. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത് വണ്ടി. ഓട്ടോമാറ്റിക് AMT അല്ലേ വരിക? അതെ. AMT ഗിയർ ബോക്സ്, എംഹോക്ക് എഞ്ചിനിൽ. നിലവിൽ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിക്കാരൊക്കെ പക്കയാണ്. ഓക്കെ. റാഫിക, KL52 രജിസ്ട്രേഷൻ ആണ്. ഡീറ്റെയിൽ എങ്ങനെയാ? ഇതാണ് 2012 കേരള വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്കൊരു 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് 2012 മോഡൽ ടാറ്റ ആര്യ. കുറച്ച് കേരള വണ്ടിയാണ്. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? ഫുൾ കണ്ടീഷനാണ്. ചെറിയൊരു പ്രശ്നം റെഡിയാക്കി കൊടുക്കാം. ഓക്കെ. എന്താണ് ഇഞ്ചക്ടർ? ഇഞ്ചക്ടറിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. സെൽഫിങ് ചെറിയ പ്രശ്നം, അത് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ. പക്ക റണ്ണിങ് തന്നെയാണ് വണ്ടി. അത് നിങ്ങൾ വരുമ്പോൾ ആൾക്കാർ വിളിച്ച് വരികയാണെങ്കിൽ നമ്മൾ പറയും. ആ ടൈമിൽ വന്ന് കണ്ട് ഫുൾ ക്ലിയർ ആക്കിയിട്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാന്നല്ലേ? ഓക്കെ. 2012 ടാറ്റ ആര്യാണ്. ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും? ലോണൊന്നും കിട്ടില്ല. ലോൺ കിട്ടില്ല. ഓക്കെ. ഏഷ്യറിന്റെ പൊളാരിസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വരുന്നത് പ്രൈവറ്റ് ആണെങ്കിലും മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഫാം, കൊമേഴ്ഷ്യൽ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇൻബിൽട്ട് ആയിട്ട് ജനറേറ്റർ വരുന്ന വണ്ടിയാണ്. 30 കിലോമീറ്റർ അടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതുണ്ട്. ഇപ്പൊ വീടുകളിലേക്കാണെങ്കിൽ ഇൻവെർട്ടർ ആയിട്ട് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല വണ്ടി കേട്ടോ, കാരണം വണ്ടിയോട് കുഴപ്പമൊന്നുമില്ല. വണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ നല്ല അത്യാവശ്യം നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. കാരണം ചെറുതായിട്ടൊരു യൂസേജ് പറ്റുന്നുണ്ടോ, അതേ സമയത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നടക്കുന്നുണ്ടോ, മാർക്കറ്റ് യൂസേജ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് മൾട്ടിസ് ഉള്ള വണ്ടി സെറ്റാണ്. അന്ന് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 4ന്റെ പുറത്തൊക്കെ 4.5 ആ റേഞ്ചിലൊക്കെ റേറ്റ് കണ്ടിട്ടുണ്ട്. 2-3 വേരിയന്റിലായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇപ്പൊ നിലവിൽ ഇതിന് റേറ്റ് എത്ര ചോദിക്കുന്നത്? മോഡൽ ഏതായിരുന്നു? 2016 ആണ്. 2016 വണ്ടി. ഇത് 140. 140. സ്പെയർ എപ്പോഴും കിട്ടുന്നുണ്ട് അല്ലേ? ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ ഓടിക്കണ 65,000 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ടല്ലേ? വണ്ടി. അപ്പൊ സർവീസ് ഒക്കെ എവിടെ ചെയ്യുന്നുണ്ടാവും? അതിന് സർവീസ് ഒക്കെ ഇവിടെ വർഷോപ്പ് ചെയ്യാം. ഓട്ടോ കൂടുതൽ ഓട്ടോ വെള്ളിമുഖാന്റെ വണ്ടിയൊക്കെ ഉണ്ട്. അതിന്റെ സാധനങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. ഓക്കെ. അപ്പോൾ സ്പെയറിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള 7 സീറ്റർ വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ അഭി സൈനിങ് ഓഫ്.